സിത്താരയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇന്നലെ പുലർച്ചെ മുതൽ തന്നെ നൂറുകണക്കിന് മനുഷ്യർ വന്ന് വിതുമ്പി കണ്ണു നനഞ്ഞ് എം ഡിയെ കണ്ടു പോയ ഒരുപാട് പേരെ കണ്ടു. ഒരുപാട് പേർ നമ്മളോട് വന്ന് സംസാരിച്ചു. അതിൽ ഒരു ഗൂഡല്ലൂരുകാരനായ ഒരു അൻവർ വന്ന് സംസാരിക്കുന്നു. അൻവർ ഇടയ്ക്കിടയ്ക്ക് വരും. അൻവർ ഇടയ്ക്കിടയ്ക്ക് ഈ സിത്താരയിൽ വരാറുണ്ട്. അൻവർ എം ഡിയുമായി ദീർഘനേരം ഓടുന്ന് സംസാരിക്കാറുണ്ട്. അൻവറിന്റെ ജീവിത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങളൊക്കെ വന്ന് എം ഡിയോട്. അപ്പം ഞാൻ ചോദിച്ചു, എം ഡി സംസാരിക്കുമോ? എം ഡി വളരെ വാചാലമായി സംസാരിക്കും എന്നുള്ളതാണ് അൻവർ പറഞ്ഞത്. അത് എന്താണ്, എം ഡി മൗനിയാണ്. എം ഡി സംസാരിക്കുമ്പോൾ വാക്കുകൾക്ക് പിശുക്ക് കാണിക്കുന്ന ആളാണ്. അദ്ദേഹം വാചാലമാവുന്ന തൂലികൾ കൂടിയാണ് എന്ന എൻ്റെ ഒരു ബോധത്തിന് ഏറ്റ കനത്ത പ്രഹരമായിരുന്നു. അപ്പോൾ ഇഷ്ടമുള്ള മനുഷ്യരോട് വാചാലമായി സംസാരിക്കുന്ന മറ്റൊരു എം ഡി കൂടി ഉണ്ടോ? ശ്രീമതി കെ പി സുധീര. അത് വളരെ ശരിയാണ്. എല്ലാവരോടൊന്നും എം ടി അടുക്കാറില്ല. പക്ഷെ അടുത്തവരോട് എം ടി വാചാലമായിട്ട് സംസാരിക്കും. അപ്പോൾ ഞാനതിൻ്റെ അനുഭവസ്ഥയാണ്. ഈ എഴുത്തിന് വേണ്ടി ഞാൻ എൻ്റെ പുസ്തകം എഴുതാൻ വേണ്ടി എം ടിയുടെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് എം ടി പറയുന്ന കാര്യങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഈ ലോകത്ത് എന്ത് നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിശബ്ദമായി അദ്ദേഹം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മനുഷ്യരും ആരാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. പിന്നെ എഴുതുന്ന എന്താണ് അവരുടെ സിദ്ധി, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ സർഗാത്മകത ഉള്ള ഒരു എഴുത്തുകാരനാണോ അല്ലേ? അപ്പോൾ ചില സാഹിത്യ കൃതികൾ എല്ലാ കൃതികളും എല്ലാവരും അയച്ചു കൊടുക്കും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് മേശപ്പുറത്തേക്ക് ഇടുന്ന ഞാൻ കണ്ടത്, ഇത് നിലനിൽക്കാൻ പോകുന്നില്ല പറയും. അതേപോലെ ഓരോ മനുഷ്യരെ കുറിച്ചും ധാരണയുണ്ട് അദ്ദേഹത്തിന്. ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹത്തിനെ കാണാൻ ചെന്നാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് ചേരുന്ന ഒരാളാണ് അതെങ്കിൽ, ആ വൈബുമായിട്ട് ചേരുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം സംസാരിച്ചിരിക്കും. ഇപ്പോൾ ഒരു അത്ഭുതകരമായ ഒരു കാര്യം എം ടി എന്നോട് എപ്പോഴും പറയും, കുട്ടി പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾ, അജ്ഞാതരായ ഏതൊക്കെയോ മനുഷ്യരുടെ പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതം എന്ന് പറയും. എൻ്റെ ജീവിതം ഇങ്ങനെ നിൽക്കുന്നത് എത്രയോ ആളുകളുടെ പ്രാർത്ഥനയാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടും കൂടെ അല്ലാത്ത ആൾക്കാർ എനിക്ക് വേണ്ടി അമ്പലത്തിൽ പൂജ ചെയ്തിട്ട് അതിൻ്റെ പ്രസാദം അയച്ചു തരാറുണ്ട്. എല്ലാ മാസവും പ്രസാദം അയച്ചു തരുന്ന ഒരാൾ. അതേപോലെ എം ടിയുടെ ഹോസ്പിറ്റലിൽ ICUവിൽ പോയിട്ട് നമുക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ICUവിൻ്റെ മുൻപിൽ ഒരു മനുഷ്യൻ 3-4 ദിവസമായിട്ട് നിൽക്കുകയാണ്. എവിടുന്ന് വന്നതാണെന്ന് അറിയില്ല. അദ്ദേഹം എങ്ങോട്ടും പോകുന്നില്ല. കാരണം ഈ മതിലിൻ്റെ അപ്പുറത്ത് എം ടി ഉണ്ട്. അദ്ദേഹത്തിന് എം ടീനെ കാണുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട എം ടി ആ ICUവിൻ്റെ ഉള്ളിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭക്ഷണം കൂടെ കഴിക്കാണ്ട്. അപ്പോൾ പ്രദീപ് കുമാർ MLA സാർ എന്നോട് പറയുമായിരുന്നു, അങ്ങനെ ഒരാൾ വന്നിരുന്നു സുധീര, അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒന്നുമില്ല, എം ടിൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ മനുഷ്യന്മാരുടെ സ്നേഹം എം ടി ആർജിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ വിചാരിക്കും മൗനമായി ഇരുന്നു കൊണ്ട് അദ്ദേഹം നമ്മൾ ആൾക്കാരെ ഒന്നും അടുപ്പിക്കില്ല, അധികം സംസാരിക്കില്ല. ആ ഗൗരവം കൊണ്ടും മുഖത്തെ പേശികൾ കൊണ്ടും അദ്ദേഹം സംസാരിക്കുക ചെയ്യുക. മൗനമായി ഇരുന്നിട്ട് ചിലപ്പോൾ എത്രയോ നേരം ഇരുന്നിട്ട് ആരെയും കാണാൻ വന്നാൽ എന്നാൽ ശരി സാർ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് മൂളുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഒരു ബാലകൃഷ്ണൻ ആചാരി എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹം മരണവുമായി മല്ലിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം പിന്നെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അദ്ദേഹം അൺകോൺഷ്യസ് ആയിട്ട് 1-2 ദിവസം കിടന്നു. എന്നിട്ട് അദ്ദേഹം കണ്ണു തുറന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ, ഈ ICUവിൻ്റെ ആശുപത്രി കട്ടിലിൻ്റെ കാൽക്കൽ ഒരാളൊരു തുണിസഞ്ചിയും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എം ടി ഇങ്ങനെ ആലോചിക്കും, അയ്യോ ഞാൻ എവിടെയോ ഇദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ബോധം വന്നപ്പം. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും, ഈ ഒരു ദിവസം ഈ ബാലകൃഷ്ണൻ ആചാരി എന്ന് പറഞ്ഞ ആൾ എം ടീനെ കാണാൻ വന്നിരുന്നു. അദ്ദേഹം പട്ടാമ്പിയിൽ നിന്നാണ് വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിങ്ങനെ കൃഷിയാണ് സാർ. അപ്പം ഞാൻ കുറച്ച് നേരം ഇരുന്നു നോക്കി, സാർ ഞാൻ ഇനി പോട്ടേന്ന് ചോദിക്കും. ഞാൻ കൃഷി കഴിഞ്ഞാൽ വായനിക്കുക ചെയ്യുക, ആൾക്കാരോട് പരദൂഷണം പറയാനൊന്നും നിൽക്കാറില്ല. ഞാൻ എൻ്റെ ജീവിതം വായനയാണ്. ഞാൻ ഹിന്ദു പത്രത്തിൽ സാറിന് സുഖമില്ല എന്ന് കണ്ടിട്ട് വന്നതാണ് എന്നൊക്കെ അന്ന് ഹോസ്പിറ്റലിൽ പറയുമ്പോൾ എം ടി ആലോചിക്കും. അപ്പോൾ അന്ന് വന്ന സമയത്ത് ശരി ഞാൻ 5 മിനിറ്റ് ഇരുന്നിട്ട് സാർ ഞാൻ പോട്ടേന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും. ആ സമയത്ത് എം ടി വിചാരിക്കും, ഞാൻ എന്തെങ്കിലും കൊടുക്കേണ്ടതല്ലേ, ഇത്രയും ദൂരേന്ന് വന്നതല്ലേ, എന്തെങ്കിലും പണം കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് എം ടി എഴുന്നേൽക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ അടുത്ത് വന്ന് കുറച്ച് മുഷിഞ്ഞ നോട്ടുകൾ എം ടിയുടെ കൈ കൊടുത്തിട്ട് പറയും, ഇത് അമ്പലത്തിലിടുന്ന ഒരു കാണിക്കയായിട്ട് കണ്ടാൽ മതി സാർ. അപ്പോൾ എം ടി പറയും, എനിക്ക് വേണ്ട, എനിക്ക് ശമ്പളം കിട്ടുന്ന ആളല്ലേ, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് അമ്പലത്തിലേക്ക് ഞാൻ കാണിക്കട്ടതാന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയും. അതേ ബാലകൃഷ്ണാചാരി വന്നിരിക്കുകയാണ് പട്ടാമ്പിയിൽ നിന്ന്. തൻ്റെ ഭാര്യയെയും മക്കളെയും ഒറ്റക്കാക്കിയിട്ട് അദ്ദേഹം വന്ന്
എം ടി ശുശ്രൂഷിക്കാൻ തയ്യാറായി ഒരു തുണിസഞ്ചിയിൽ നിറയെ തുണി അദ്ദേഹത്തിന് മാറ്റാനുള്ള ഒരു തുണിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എം ടി പറയും, വേണ്ട, നിങ്ങൾ പോയിക്കോളൂ, പുറത്തിൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് നിൽക്കുന്നുണ്ട് പറയും. അതല്ല സർ, ഞാൻ നിന്നോളാം പറയും. അങ്ങനെ എം ടി ഇദ്ദേഹത്തിനെ പറഞ്ഞയക്കുമ്പോൾ എം ടി പറയുകയാണ്, അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കരഞ്ഞു. കാരണം ഞാൻ ഏതോ ഏകാന്തതയിൽ ഇരുന്ന് എഴുതിയ ഒരു കൂട്ട അക്ഷരങ്ങൾക്ക് വേണ്ടി വന്ന മനുഷ്യനല്ലേ ഇത്, അത്രയും അവരുടെ ഈ സ്നേഹം ഞാൻ അർഹിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് ഞാൻ ആദ്യമായി ഇരുട്ടിൽ കരഞ്ഞു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ സ്നേഹം, നമ്മൾ വിചാരിക്കാത്ത ആളുകളായിട്ടായിരിക്കും എം ടിക്ക് അടുപ്പുണ്ടാവുക. വിചാരിക്കാത്ത ആളുകളുമായിട്ട് വാചാലമായിട്ട് സംസാരിക്കും എം ടി എന്നുള്ളത്. അല്ല, ഈ അൻവർ എന്ന് പറയുന്ന ആൾ ഞാൻ കൂടുതൽ സംസാരിച്ചപ്പോൾ ഒരു സാധാരണക്കാരനാണ്, ഒരു സാധാരണ മനുഷ്യനാണ്. വിദ്യാഭ്യാസമൊന്നും അങ്ങനെ ഇല്ലാത്ത ഒരു സാധാരണക്കാരായ മനുഷ്യനാണ്. അപ്പോൾ ആ മനുഷ്യൻ സിത്താരയിലേക്ക് നിരന്തരം വരികയും എം ഡിയുമായി ജീവിത പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും നിരന്തരം സംസാരിക്കുകയും എം ഡി അതിനോട് പ്രതികരിച്ച് വാചാലമായി സംസാരിച്ചു എന്നൊക്കെ കേട്ടപ്പോൾ വലിയ സന്തോഷവും തോന്നി കെ പി സുധീർ. സത്യത്തിൽ ശരിയാണ്, അതാണ് എം ടി. അദ്ദേഹം സാധാരണക്കാരനെ പറ്റിയാണല്ലോ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം എഴുതിയിട്ടുള്ള കഥകളിലൊക്കെ പച്ച മനുഷ്യരുടെ കഥയാണ് അദ്ദേഹം എഴുതിയത്, തോറ്റ മനുഷ്യരുടെ. നേരത്തെ ഡോക്ടർ ബിജു പറഞ്ഞ പോലെ, കാരണം നമ്മുടെ മനസ്സിലുള്ള വിഗ്രഹങ്ങളെ ഇളക്കി മാറ്റിയിട്ട് പുതിയൊരു വിഗ്രഹം സ്ഥാപിക്കുകയാണ് എം ടി ചെയ്തത്. പിന്നെ രണ്ടാമൂഴത്തിലെ ഭീമസേനനാണ് ഏറ്റവും അധികം ദ്രൗപദിയെ സ്നേഹിച്ചത്. പക്ഷേ ദ്രൗപദിക്ക് സ്നേഹം അർജുനനോടായിരുന്നു. അദ്ദേഹം എം ടി പറഞ്ഞിട്ടുണ്ട്, ഈ പുഷ്പം കൊണ്ടുവന്ന് കൊടുത്ത സമയത്ത് എത്രയോ പാടുപെട്ട് അദ്ദേഹം കല്യാണ സൗഗന്ധികം കൊടുത്ത സമയത്ത്, അപ്പോൾ അർജുനൻ വന്ന സമയത്ത് ഈ പുഷ്പങ്ങൾ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. അത്രയും അവഗണിക്കപ്പെട്ടൊരു സ്നേഹമാണ് ഭീമസേനന്റെ. അതേപോലെ തന്നെ ദ്രൗപദി വീണു എന്ന് എല്ലാവരോടും പറയുന്നുണ്ട്. ഏറ്റവും ആരും കേൾക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ സഹദേവനെങ്കിലും വിശ്വസിക്കും, അല്ലെങ്കിൽ സഹദേവനെങ്കിലും കരുതും, അല്ലെങ്കിൽ ദ്രൗപദിയെ തോളത്തേറ്റ് തന്നെ കടന്നു പോകും എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഭീമൻ നോക്കുമ്പോൾ സഹദേവനും ഇല്ല. ഒടുവിൽ മഹാപ്രസ്ഥാനത്തിന്റെ നിയമം ലംഘിച്ചുകൊണ്ട് തിരിച്ചു നടക്കുന്ന ഭീമനെയൊക്കെ കാണിക്കുന്നതൊക്കെ ഈ പറയുന്ന എന്താണ് ബിംബങ്ങൾ ഇളക്കി വെക്കുക എന്ന ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം അല്ലേ കെ പി സുധീര? അതാണ് ഇപ്പം ബിംബങ്ങളെ മാറ്റി പ്രതിഷ്ഠ. അതുകൊണ്ട് ഇപ്പം മനുഷ്യന്മാർ നമുക്കൊന്നും നമ്മളപ്പോൾ ചന്തുവിനെ ഒരിക്കലും ചതിയൻ ചന്തുവായിട്ട് കാണുന്നില്ല. ഭീമസേനൻ നമ്മുടെ മനസ്സിലിപ്പോൾ ഒരു നായകമായ പരിവേഷമാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ അതായിരുന്നു എം ടി സാഹിത്യത്തിലൂടെ ചെയ്തത്. സാഹിത്യത്തിന് സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കലാകാരൻ്റെ പ്രതിബദ്ധത നിരന്തരമായ സ്വാർത്ഥ ത്യാഗമാണ് എന്ന് തെളിയിച്ച വ്യക്തിയാണ് എം ടി. അത് തെളിയിച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നു പോയിട്ടുള്ളത്.